സോ ഡി-അലംബേഴ്സ് പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ലഗ്രാഞ്ചസ് ഇക്വേഷൻ ഫ്രം ഡി-അലംബേഴ്സ് പ്രിൻസിപ്പിൾ. അതിനുവേണ്ടി നിങ്ങൾ n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. അവിടെ n പാർട്ടിക്കിൾസ് 1 2 3 4 5 n പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സ്മോൾ n ആണെന്ന് പറയാം. ആ സ്മോൾ n 3n - k ആയിരിക്കും. ഈ സ്മോൾ n റെപ്രസെന്റ് ചെയ്യുന്നത് അവിടെ വേണ്ടി വരുന്ന മിനിമം നമ്പർ ഓഫ് കോർഡിനേറ്റ്സിനെ ആയിരിക്കും. അപ്പോൾ ആ കോർഡിനേറ്റുകളെ നമ്മൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയും. അപ്പോൾ ആ ജനറലൈസ്ഡ് കോർഡിനേറ്റുകൾ Q1 Q2 Q3 എക്സെട്ര Qn ആണെന്ന് കരുതുക. ഇനി നമുക്കൊരു ഒറിജിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒറിജിൻ നമുക്ക് എന്ത് ചെയ്യാം, പൊസിഷൻ പറയാം. R1 വെക്റ്റർ, R2 വെക്റ്റർ, R3 വെക്റ്റർ, അങ്ങനെ ഓരോന്നിൻ്റെ പൊസിഷൻ വെക്റ്റർ നമുക്ക് പറയാൻ പറ്റും. ഈ പൊസിഷൻ വെക്റ്ററിനെ നമുക്ക് ആരുമായിട്ട് റിലേറ്റ് ചെയ്യാം? ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. നമ്മളതിനെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്നൊക്കെ പറയും. ഇത് ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ n പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം എടുക്കുന്നു. അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സ്മോൾ n ആണെന്ന് എടുക്കുന്നു. അതുകൊണ്ട് അത്രയും നമ്പർ ജനറലൈസ്ഡ് കോർഡിനേറ്റ് വേണം ഈ സിസ്റ്റത്തെ സ്റ്റേറ്റിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ പൊസിഷൻ വെക്റ്റർ നമ്മൾ എടുക്കുന്നു. അപ്പോൾ പൊസിഷൻ വെക്റ്ററിനെ ആര് ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും? ജനറലൈസ്ഡ് കോർഡിനേറ്റിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ അത് എഴുതുന്നു. അപ്പം പൊസിഷൻ വെക്റ്റർ R1 R2 R3 എഴുതാം. അപ്പോൾ പൊതുവായിട്ട് നമ്മൾ പറഞ്ഞാൽ RI വെക്റ്റർ ഈക്വൽ ടു ഇത് എന്തിൻ്റെ ഫംഗ്ഷനാണ്? ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് Q1 Q2 എക്സെട്ര Qn then T. Equation 1. അപ്പോൾ അതിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടില്ല, ഫംഗ്ഷൻ ആണെന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടില്ല. ആക്ച്വൽ ഇക്വേഷൻ വേറെ ആയിരിക്കും. ഇനി നമ്മൾ എന്താ പറയാമോ, ഇത് വിത്ത് റെസ്പെക്ട് ടു ടൈം, കാരണം പൊസിഷൻ വെക്റ്റർ ആണല്ലോ. അപ്പോൾ ഐക്ക് 1 കൊടുത്താൽ ഒന്നാമത്തെ ആളുടെ പൊസിഷൻ വെക്റ്റർ കിട്ടും. ഐക്ക് 5 കൊടുത്താൽ അഞ്ചാമത്തെ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ വെക്റ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ടൈം ഡെറിവേറ്റീവ് എടുക്കുന്നു. ടൈമിനനുസരിച്ച് ഇതിലുണ്ടാകുന്ന മാറ്റം എടുക്കുന്നു. അതായത് dRi/dt. അപ്പോൾ ഇത് ഇത്രയും വേരിയബിൾസിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കത് അറിയാം. ∂Ri/Q1 dQ1/dt പ്ലസ് ഇപ്പോൾ ഒന്നാമത്തെ ആൾ വെച്ച് രണ്ടാമത്തത് ∂Ri/Q2 dQ2/dt പ്ലസ് ∂Ri വെക്റ്റർ/Q3 ഇൻറ്റു dQ3/dt, അങ്ങനെ അവിടെ വരെ Qn വരെ എക്സെട്ര പ്ലസ് ∂Ri/Qn dQ1/dt പ്ലസ് പിന്നെ ലാസ്റ്റ് വേരിയബിൾ T ആണ്, ∂Ri വെക്റ്റർ/T അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം. അപ്പോൾ Ri വെക്റ്ററിൻ്റെ ടോട്ടൽ ടൈം ഡെറിവേറ്റീവ് തന്നെ വരും ഈക്വൽ ടു, പിന്നെ അത് ഇത്രയും ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 2 അങ്ങനെ പോയി n വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ സിഗ്മ വെച്ചെഴുതാം. സിഗ്മ k ഈക്വൽ ടു 1 to n എന്തുവരും? ∂Ri വെക്റ്റർ/∂Qk dQk/dt. ശരിയല്ലേ? 1 കൊടുക്കുമ്പോൾ ∂Ri വെക്റ്റർ/∂Q1 dQ1/dt ഫസ്റ്റ് ടൈം കിട്ടും. പ്ലസ് സിഗ്മ പ്ലസ് ആണ്. അത് അടുത്ത കേക്ക് 2 കൊടുക്കുമ്പോൾ ∂Ri വെക്റ്റർ/∂Q2 dQ2/dt സെക്കൻഡ് ടൈം കിട്ടും. 3 കൊടുക്കുമ്പോൾ തേർഡ് ടൈം കിട്ടും. അങ്ങനെ n വരെ കൊടുക്കും. അപ്പം ഈ സമ്മേഷൻ കിട്ടും. പ്ലസ് ∂Ri/∂t
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n ഡോ ആർ ഐ ബൈ ഡോ ക്യു കെ. പിന്നെ എങ്ങനെ എഴുതാം? ക്യു കെ ഡോട്ട് അല്ലേ, ക്യു കെ ഡോട്ട് ബൈ ഡി ടി അങ്ങനെ എടുക്കുക. അപ്പോൾ ഇതേ കണക്ക് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഡി ആർ ഐ ബൈ ഡി ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോർഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോർഷൻ ഞാൻ വെലോസിറ്റി വി ഐ വെക്ടറാണ്. ith പാർട്ടിക്കിളിൻ്റെ ആണ് വി ഐ വെക്ടർ ഈക്വൽ ടു ഡി ആർ ഐ ബൈ ഡിക്ക് ആർ ഐ ഡോട്ട് എന്ന് എഴുതാം. ആർ ഐ വെക്ടർ ഡോട്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഇങ്ങനെ എഴുതാം. അപ്പോൾ ആദ്യം ഈക്വൽ ടു ഇങ്ങനെ എഴുതും. അപ്പോൾ എന്തെടുത്തു? അതിന് പോർഷൻ വെക്ടർ എടുത്തു, എന്നിട്ട് അതിൻ്റെ എന്തെടുത്തു? ടൈം ഡെറിവേറ്റീവ് ഇതിനെ കിട്ടി. അപ്പോൾ നമ്മൾ ആ സ്ഥലം കുറവായതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഓർത്തിരിക്കുക. എന്തെടുത്തു? അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? വി ഐ വെക്ടർ ഈക്വൽ ടു ആർ ഐ വെക്ടർ ഡോട്ട് ഡി ആർ ഐ ബൈ ഡി ടി ആണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ടു എന്തിനാ കിട്ടി? സോറി പ്ലസ് ഡോ ആർ ഐ ബൈ ഡോ ടി ഉണ്ട്. ഇത്രയും ഭാഗം പ്ലസ് ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n ഡോ ആർ ഐ by dou t sorry dou qk dot plus dou ri vector by dou equation 2. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ 6 പൊസിഷൻ വെക്ടർ ആണ്, അതിന് കറസ്പോണ്ടിങ് വെലോസിറ്റി ആണ് v. ആറിനുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അത് v. അതേപോലെ അപ്പോൾ 6 ആണ് അടുത്ത കോർഡിനേറ്റ്. ഈ 6ന് പറയുമ്പോഴാണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യു കെ. അപ്പോൾ ഈ v എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ആണ്. അപ്പോൾ ഈ ഡി ക്യു കെ ബൈ ഡി ക്യു ഇതിനെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ടൈം ഡെറിവേറ്റീവ് ഇല്ലേ, അതിനെ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഡി ക്യു കെ ബൈ ഡി ടി നമ്മളെന്ത് പറയും? ക്യു കെ ഡോട്ട് അതെന്ത് പറയും? ജനറലൈസ്ഡ് വെലോസിറ്റി, ടൈം ഡെറിവേറ്റീവ് ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ സാധാരണ കോർഡിനേറ്റിന്റെ ടൈം ഡെറിവേറ്റീവിനെ വെലോസിറ്റി എന്ന് പറയും. ജനറലൈസ്ഡ് കോർഡിനേറ്റിന്റെ ടൈം ഡെറിവേറ്റീവ് നമ്മൾ എന്ത് പറയും? ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നം പറഞ്ഞാൽ നോർമലി ആർ എന്ന് പറഞ്ഞാൽ ലെന്ത് ആയിരിക്കും, അപ്പോൾ വെലോസിറ്റി എപ്പോഴും മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പക്ഷേ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എല്ലായ്പ്പോഴും ലെന്ത് ആകണമെന്നില്ല, വേറെ വേറെ ക്വാണ്ടിറ്റി ആവാം. അതുകൊണ്ട് തന്നെ അതിന്റെ ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ജനറലൈസ്ഡ് വെലോസിറ്റി കിട്ടും. ആ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ത് തന്നെ ആകണമെന്നില്ല, മീറ്റർ പെർ സെക്കൻഡ് തന്നെ ആകണമെന്ന് ഇല്ല. അത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്താണോ അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ ക്യു കെ ഡോട്ടിനെ ജനറലൈസ്ഡ് വെലോസിറ്റി എന്ന് പറയും. ദെൻ നെക്സ്റ്റ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. വെർച്വൽ ഡിസ്പ്ലേസ്മെന്റും നോർമൽ ഡിസ്പ്ലേസ്മെന്റ്. നോർമൽ ഡിസ്പ്ലേസ്മെന്റ് ഇതിനുണ്ടാകുന്ന മാറ്റം, പൊസിഷൻ ഉണ്ടാകുന്ന മാറ്റം ഇൻ എ ഡെഫിനറ്റ് ടൈം. ആ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ഡെഫിനറ്റ് ടൈം വേണ്ടി വരും അല്ലേ. പക്ഷെ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ടൈമിന് മാറ്റമില്ലാതെ അവിടുത്തെ ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിനിന് മാറ്റമില്ലാതെ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനാണ് എന്ത് പറയുന്നത്? വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചേഞ്ച് തന്നെയാണ്. സോ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു ഇത് തന്നെയുള്ള. അപ്പോൾ നേരത്തെ ഡി ആർ ഐ നമുക്കറിയാം, ഓരോന്നും പ്രത്യേകം എഴുതി. ബൈ ഡി ടി ഉണ്ട്, അതിപ്പം ഡെൽറ്റ ആർ ഐ ആണ്. അപ്പോൾ എന്ത് നേരത്തെ കണക്ക് തന്നെ ഡോ ആർ ഐ ബൈ ഡോ ക്യു വൺ. പിന്നെ എന്തായാലും വ്യത്യാസം? ഡെൽറ്റ ക്യു വൺ ഉണ്ടാകുന്നത് വെർച്വൽ ആയിരിക്കും. പ്ലസ് നേരത്തെ ഡി ക്യു വൺ ബൈ ഡി ടി ടൈമിനനുസരിച്ചുള്ള മാറ്റം. ഇവിടെ ഇപ്പം വെർച്വൽ ആയതുകൊണ്ട് ഡെൽറ്റ ക്യു വൺ. അടുത്ത ഡോ ആർ ഐ വെക്ടർ ബൈ ഡോ ക്യു ടു ഡെൽറ്റ ക്യു ടു പ്ലസ് അങ്ങനെ അടുത്ത പോയി എക്സെപ്റ്റ് ലാസ്റ്റ് എന്ത്? ഡോ ആർ ഐ വെക്ടർ ബൈ ഡോ ക്യു എൻ ഡെൽറ്റ ക്യു എൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ടി വെച്ചുള്ള കാര്യം എഴുതിയില്ല. കാരണം എന്താണ്? വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെഫിനിഷൻ നമ്മൾ പറയുന്നുണ്ട് നോ ചേഞ്ച് ഇൻ ടൈമുമായിട്ട് ടൈമിൽ മാറ്റമില്ല. അപ്പം വിത്ത് റെസ്പെക്ട് ടൈമിലുള്ള മാറ്റം 0 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഡെൽറ്റ ആർ ഐ വെക്ടർ ഈക്വൽ ടു ഇതിനെ സിഗ്മ വെച്ച് എഴുതാലോ. സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n വരെയാണ് മാറ്റം അല്ലേ. 1 മുതൽ n വരെയാണ് മാറ്റം. 1 to n
ഡോ ആർ ഐ ബൈ ഡോ ക്യൂ കെ ഡെൽറ്റ ക്യൂ കെ. 1 കൊടുക്കുമ്പോൾ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ വൺ ഡെൽറ്റ ക്യൂ വൺ ഫസ്റ്റ് ടൈം കിട്ടും. പ്ലസ് കേക്ക് 2 കൊടുക്കുമ്പോൾ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ ടു ഡെൽറ്റ ക്യൂ ടു സെക്കൻഡ് ടൈം കിട്ടും. അങ്ങനെ n വരെ. അപ്പോൾ ഇതാണ് അവിടുത്തെ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ അതിവിടെ എഴുതുന്നു. അപ്പോൾ ഡെൽറ്റ ആർ ഐ is equal to sigma k is equal to 1 to n dou ri vector by dou qk delta qk. അപ്പോൾ അതും കിട്ടിയോ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? D'Alembert's പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നു. D'Alembert's പ്രിൻസിപ്പിൾ അറിയാലോ. D'Alembert's പ്രിൻസിപ്പിൾ പറയുന്നത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n. കെ ആണ് 1 to n, ഐ ആണ് 1 to ക്യാപിറ്റൽ n വരെയാണ്. എഫ് ഐ ഡോട്ട് പി ഐ എഫ് ഐ വെക്ടർ ഡോട്ട് പി ഐ വെക്ടർ ഡോട്ട് ഡെൽറ്റ ആർ ഐ വെക്ടർ ഈക്വൽ ടു 0. പിന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കാൻ എന്ത് വരും? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ വെക്ടർ ഡോട്ട് ഡെൽറ്റ ആർ ഐ വെക്ടർ മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n പി ഐ വെക്ടർ ഡോട്ട് ഡെൽറ്റ ആർ ഐ വെക്ടർ ഈക്വൽ ടു 0. എന്തായാലും D'Alembert's പ്രിൻസിപ്പിൾ ആണ്. D'Alembert's പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതെടുക്കുന്നു. അതാണ് നമ്മൾ അടുത്ത ഇക്വേഷൻ. എന്ത് വന്നു? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഡോട്ട് ഡെൽറ്റ ആർ ഐ മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n പി ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഇത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ ഫസ്റ്റ് ടൈം എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ടൈം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതെടുത്തെഴുതുന്നു. അപ്പോൾ എന്ത് വരും? സിഗ്മ ഐ ഈക്വൽ ടു 1 to n എഫ് ഐ വെക്ടർ ഡോട്ട് ഡെൽറ്റ ആർ ഐ വെക്ടർ ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എഫ് ഐ വെക്ടർ ഡോട്ട് ഈ ഡെൽറ്റ ആർ ഐ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇക്വേഷൻ 3 നമുക്ക് ഡെൽറ്റ ആർ ഐ കിട്ടും. സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n ഡോ ആർ ഐ വെക്ടർ ബൈ ഡോ ക്യൂ കെ ഡെൽറ്റ ക്യൂ കെ. ശരി, ഈക്വൽ ടു ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to ക്യാപിറ്റൽ N എഫ് ഐ വെക്ടർ ഡോട്ട് ഡോ ആർ ഐ വെക്ടർ ബൈ ഡോ ക്യൂ കെ ഡെൽറ്റ ക്യൂ കെ. പിന്നെ അത് ഇത്രയും ഭാഗം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. ഇത്രയും ഭാഗത്തിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to സ്മാൾ n ഇതിനെ നമ്മൾ ജി കെ എഴുതുന്നു. ജി കെ ഡെൽറ്റ ക്യൂ കെ. അപ്പോൾ ഇതിന് പകരം ഇത് വരും സിഗ്മ കെ ഈസ് 1 ജി കെ ഡെൽറ്റ ക്യൂ കെ. അപ്പോൾ നമ്മൾ അത് അടുത്ത ഇക്വേഷൻ എഴുതുന്നു. ഇതായിരുന്നു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to സ്മാൾ n ജി കെ ഡെൽറ്റ ക്യൂ കെ. ഇക്വേഷൻ നമ്പർ 5 അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജി കെ എന്താണെന്ന് കൺഫ്യൂഷൻ ഉണ്ട്. അത് ഇവിടെ നോക്കിയാൽ മതി. ഈ സിഗ്മ ഒഴിവാക്കി നമ്മൾ നോക്കിയാൽ എഫ് ഫോഴ്സ് ഡോട്ട് ഡി ആർ എടുക്കുക ഡിസ്പ്ലേസ്മെന്റ്. അത് നമ്മുടെ വർക്ക്. അപ്പോൾ ഇപ്പോഴത്തെ എന്തായി? ജി കെ ഡി ക്യൂ കെ ആയി. അപ്പോൾ നമുക്ക് ഇത് നോർമൽ കോർഡിനേറ്റ്, ഇത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. ഇത് നോർമൽ കോർഡിനേറ്റും നോർമൽ ഫോഴ്സും. അപ്പോൾ ഇത് ജനറലൈസ്ഡ് കോർഡിനേറ്റ്. അപ്പോൾ ഇതെന്തായിരിക്കും? ആ ഫോഴ്സിന്റെ പൊസിഷനിൽ വന്നേക്കുന്നതാണ്. സോ ഇത് നമ്മൾ ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയും. ജനറലൈസ്ഡ് ഫോഴ്സ് കറസ്പോണ്ടിങ് ടു ദി ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യൂ കെ. ക്യൂ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറലൈസ്ഡ് ഫോഴ്സ്. അപ്പോൾ ജി കെ നമ്മളെന്ന് പറയുന്നു ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയും.
അപ്പോൾ ആ ജി കെ എന്തായിരിക്കും? ഇത്രയായിരിക്കും ജി കെ. അതാണ് നമ്മൾ അടുത്ത ഇക്വേഷൻ എഴുതുന്നു. ജി കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to ക്യാപിറ്റൽ എഫ് ഐ ഡോട്ട് എന്തോന്നു ഡോ ക്യൂ കെ ബൈ ഡോ ആർ ഐ ബൈ ഡോ ക്യൂ കെ. എന്താണ്? ജനറലൈസ്ഡ് ഫോഴ്സ്. അപ്പോൾ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n. ഇനി ഇതൊന്ന് നമ്മൾ നോക്കിയാൽ നോർമലി നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്താണ്? സാധാരണ എഫ് ഡോട്ട് ആർ എഴുതിയാൽ എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡ് അല്ലേ? എഫ് എക്സ് എക്സ് എഫ് വൈ അല്ലെങ്കിൽ എഫ് എക്സ് ആർ എക്സ് ആർ വൈ ആർ ഇസഡ്. ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ്, ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ്, അടുത്ത വൈ കമ്പോണൻറ്റ് കണ്ട പ്രോഡക്റ്റ്, അടുത്ത ഇസഡ് കമ്പോണൻറ്റ്. അപ്പോൾ അതിനൊക്കെ ഇവിടെ എഴുതുമ്പോൾ എന്ത് വരും? ഒന്നാമത്തെ ആളുടെ എക്സ് കമ്പോണൻറ്റ് എഫ് എക്സ്, ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് ഡി എക്സ് പ്ലസ് ഒന്നാമത്തെ ആളുടെ വൈ കമ്പോണൻറ്റ്, രണ്ടാമത്തെ ആളുടെ വൈ കമ്പോണൻറ്റ് പ്ലസ് എഫ് ഇസഡ് ഡി ഇസഡ്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണ്? ഇവിടെ അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഒന്നാമത്തെ ആളിൻ്റെ എക്സ് കമ്പോണൻറ്റ്, അപ്പോൾ ഒന്നാമത്തെ ആളുടെ എക്സ് കമ്പോണൻറ്റ് എഫ് എക്സ്. അപ്പോൾ ഐത്ത് പാർട്ടിക്കിൾ കാണിക്കാൻ വേണ്ടി ഐ കൂടി ഇടുന്നു എഫ് എക്സ്. ഒന്നാമത്തെ ഡോട്ട് ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ് ആകുമ്പോൾ ഡോ എക്സ്, ഐത്ത് പാർട്ടിക്കിൾ ഐ ബൈ ഡോ ക്യൂ കെ പ്ലസ് രണ്ടാമത്തെ ആളുടെ വൈ കമ്പോണൻറ്റ് എഫ് വൈ, ഐത്ത് പാർട്ടിക്കിൾ ആണെങ്കിൽ ഐ ഡോ വൈ, ഐത്ത് പാർട്ടിക്കിളിൻ്റെ ഡോ ക്യൂ കെ പ്ലസ് എഫ് ഇസഡ് ഐ ഡോ ഇസഡ് ഐ ബൈ ഡോ എക്സ് കമ്പോണൻറ്റ് എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ് വൈ കമ്പോണൻറ്റ്, പിന്നെ ഡോ ക്യൂ കെ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ അറിയാം. ഒന്നാമത്തെ എക്സ് കമ്പോണൻറ്റ്, രണ്ടാമത്തെ എക്സ് കമ്പോണൻറ്റ്, ഒന്നാമത്തെ വൈ കമ്പോണൻറ്റ്, രണ്ടാമത്തെ വൈ കമ്പോണൻറ്റ്, ഒന്നാമത്തെ ഇസഡ് കമ്പോണൻറ്റ്, രണ്ടാമത്തെ ഇസഡ് കമ്പോണൻറ്റ്. പിന്നെ ഐത്തെ പാർട്ടികൾ ആയതുകൊണ്ട് എല്ലായിടത്തും ഐ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഇതെടുത്തോടെ എഴുതുന്നു. അപ്പോൾ നമ്മൾ എഴുതുന്നു ഹിയർ ജി കെ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n വിത്തിൻ ബ്രാക്കറ്റിനകത്ത് എഫ് എക്സ് ഐ ഡോ എക്സ് ഐ ബൈ ഡോ ക്യൂ കെ പ്ലസ് എഫ് വൈ ഐ ഡോ വൈ ഐ ബൈ ഡോ ക്യൂ കെ പ്ലസ് എഫ് ഇസഡ് ഐ ഡോ ഇസഡ് ഐ ബൈ ഡോ ക്യൂ കെ. ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ അതും കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഭാഗം കിട്ടിക്കഴിഞ്ഞു. ഡി എൽ എംബേഴ്സ് പ്രിൻസിപ്പിളിനകത്ത് ഈ ഭാഗം നമുക്ക് കിട്ടി. അത് ജി കെ എന്നാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ജി കെയുടെ ആക്ച്വൽ ഇക്വേഷൻ എഴുതി കൊടുക്കണം. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗം ചെയ്യണം. അപ്പോൾ അത് മാത്രം എടുക്കുക. അത് മാത്രം എടുക്കുമ്പോൾ അത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to ക്യാപിറ്റൽ പി ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ വെക്കണം. ശരി, ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to ക്യാപിറ്റൽ ഈ പി. അപ്പോൾ നമുക്കറിയാം പി ഈസ് ഈക്വൽ ടു മൊമെൻ്റമാണ്, മാസ് ഇൻറ്റു വെലോസിറ്റി. ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി ആണ് ആർ ഡോട്ട് അല്ലേ? അതാണ് പി. അപ്പോൾ അവിടെ നിന്ന് ഡി പി ബൈ ഡി ടി എന്ത് വരും? ഡി പി ബൈ ഡി ടി വരുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എം ആർ ഡോട്ട്. അപ്പോൾ എം ഇൻറ്റു ഇതിൻ്റെ ഡോട്ട് ഡി ആർ ഡോട്ട് ബൈ ഡി ടി. അപ്പോൾ ഇതിനെ നമുക്ക് പി ഡോട്ട് എഴുതാം. പി ഡോട്ട് ഈസ് ഈക്വൽ എം ഇൻറ്റു ആർ ഡബിൾ ഡോട്ട്, എം ഇൻറ്റു ആർ ഡബിൾ ഡോട്ട്. അതാണ് പി. അപ്പോൾ ഈ പി ഐ വെക്ടർ ഡോട്ടിന് പകരം പിക്ക് വരെ എം ആർ ഡോട്ട് പി ഡോട്ട് ഉണ്ട്. അതുകൊണ്ടാണ് എം ആർ ഡബിൾ ഡോട്ട് ആദ്യത്തെ പാർട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ ആർ വെക്ടർ ഡബിൾ ഡോട്ട്. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് തന്നെ എഴുതുന്നു. പിന്നെ ഡോട്ട് ഡെൽറ്റ ആർ ഐ. ഡെൽറ്റ ആർ ഐ എന്നാണ് നമ്മൾ ഇക്വേഷൻ 3 നമുക്കറിയാം. സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n എന്ത് വരും?
ഡോ ആർ ഐ ബൈ ഡോ ക്യൂ കെ ഡെൽറ്റ ക്യൂ കെ അല്ലേ. അപ്പോൾ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുന്നു. സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n സിഗ്മ കെ ഈസ് സോറി ഐ ഈസ് ഈക്വൽ ടു 1 to ക്യാപിറ്റൽ N m ആർ ഐ വെക്റ്റർ ഡബിൾ ഡോട്ട് ഡോട്ട് ഡോ ആർ ഐ വെക്റ്റർ ബൈ ഡോ ക്യൂ കെ ഡെൽറ്റ ക്യൂ കെ. എന്നിട്ട് ഇത്ര നമ്മൾ ഒന്നിച്ചെടുക്കുന്നു. നമ്മളിപ്പോൾ ഇക്വേഷൻ 7 കൊടുക്കും. ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ നോക്കിയാൽ ഡി ബൈ ഡി ടി ഓഫ് ഇതിപ്പോൾ ഡബിൾ ഡോട്ട് ഉണ്ട്. അപ്പം 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കണം അർത്ഥം. അപ്പോൾ ഒരു പ്രാവശ്യം മാത്രമാണെങ്കിൽ എം ആർ ഡോട്ട് ഒന്നാണ് ഡോട്ട് ഡോ ആർ ഐ വെക്റ്റർ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു എന്ത് തന്നെ. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n കൊടുക്കാം. അപ്പോൾ എന്ത് വരും, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n. ഇതെന്ത് വരും, ഇത് പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ടു സെക്കൻഡ്. ആദ്യം ഒന്നാമത്തെ ഡെറിവേറ്റീവ് രണ്ടാമത്തെ ആൾ പ്ലസ് രണ്ടാമത്തെ ആദ്യത്തെ രണ്ടാമത്തെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, എം ആറ് ആൾറെഡി ഒരു ഡോട്ട് ഉണ്ട്, ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് ഡബിൾ ഡോട്ട് അല്ലേ. ആറ് ഡോട്ട് ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്തു, ആറ് ഡബിൾ ഡോട്ട് 2 പ്രാവശ്യമായി. പിന്നെ രണ്ടാമത്തെ ഡോ ആർ ഐ വെക്റ്റർ ആർ ഐ വെക്റ്റർ ആർ ഐ വെക്റ്റർ ബൈ ഡോ ക്യൂ കെ. ഇനി പ്ലസ് അടുത്തെന്ത് വരും, ഒന്നാമത്തെ എം ആർ ഡോട്ട് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ കെ. ശരി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതാ ഇതും വേണം ഇതും വേണം ഇതും വേണം. അതിനുവേണ്ടി നമ്മൾ നോക്കിയാൽ ഈ ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ വെക്റ്റർ ബൈ ഡോ ക്യൂ കെ ഇത് നമുക്ക് അത് ആദ്യമേ ഡോ ബൈ ഡോ ക്യൂ കെ എടുത്തിട്ട് ഡി ബൈ ഡി ടി അപ്പോൾ അതെന്ത് ചെയ്യാം, ഡോ ബൈ ഡോ ക്യൂ കെ ഓഫ് ഡി ആർ ഐ ബൈ ഡി ടി എടുക്കും. അപ്പോൾ എന്തുവരും, ഡോ ബൈ ഡോ ക്യൂ കെ ഓഫ് ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട് ആർ ഐ വെക്റ്റർ ഡോട്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഡി ബൈ ഡി ടി ഓഫ് ഡോ ആർ ഐ വെക്റ്റർ ബൈ ഡോ ക്യൂ കെ ഡോ ആർ ഐ വെക്റ്റർ ഡോട്ട് ബൈ ഡോ ക്യൂ കെ എഴുതാം. ഡോ ബൈ ഡോ ക്യൂ കെ ഓഫ് ആർ ഐ വെക്റ്റർ ഡോട്ട് എഴുതാം. ഇനി രണ്ടാമത്തത് ഡോ ആർ ഐ ബൈ ഡോ ക്യൂ കെ. അപ്പോൾ തൽക്കാലം എളുപ്പത്തിന് വേണ്ടി ആലോചിച്ച് വയ്ക്കുക, ആർ ഐ ബൈ ടി ക്യൂ കെ ബൈ ടി. ആർ ഐ ബൈ ടി എടുക്കുമ്പോൾ വെലോസിറ്റി, ക്യൂ കെ ബൈ ടി എടുക്കുമ്പോൾ ക്യൂ കെ ഡോട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഡോ ആർ ഐ വെക്റ്റർ ഡോട്ട് ബൈ ഡോ ക്യൂ കെ ഡോട്ട് ആർ ഐ വെക്റ്റർ ഡോട്ട് ഡോ ക്യൂ കെ ഡോട്ട്. എളുപ്പത്തിന് വേണ്ടിയാണ്. ആക്ച്വലായിട്ടുള്ള ഡെറിവേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. പക്ഷെ തൽക്കാലം നമുക്ക് ഇത് മതി, എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചാൽ മതി. മുകളിലും ഡെറിവേറ്റീവ് എടുത്ത് താഴെയും ഡെറിവേറ്റീവ് എടുത്തിട്ട് അങ്ങ് ആലോചിക്കുക. അപ്പോൾ ഡോ ആർ ഐ വെക്റ്റർ ഡോട്ടും ക്യൂ കെ ഡോട്ടും ആയിട്ട് മാറും. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ മാറും, ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ സാധനമാണ് വേണ്ടത് അല്ലേ, ഇതല്ലേ വേണ്ടത്. നമുക്ക് എഴുതാം, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഡി ബൈ ഡി ടി ഓഫ് എം ആർ വെക്റ്റർ ഡോട്ട് ഡോട്ട് ഇതിന് പോലെ നമുക്ക് എഴുതാം, ഡോ ആർ ഐ വെക്റ്റർ ഡോട്ട് ബൈ ഡോ ക്യൂ കെ ഡോട്ട് ഈക്വൽ ടു ഇത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എം ആർ വെക്റ്റർ ഡബിൾ ഡോട്ട് ആർ ഐ വെക്റ്റർ ഡബിൾ ഡോട്ട് ആർ ഐ വെക്റ്റർ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ വെക്റ്റർ ഇവിടെ മാറ്റേണ്ട, കാരണം നമുക്ക് ഇതിന് പകരമാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതാണ് നിർത്തിയാൽ
പ്ലസ് ഈ സിഗ്മ ഇനി വരുമ്പോൾ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n m ആർ ഐ വെക്റ്റർ ഡോട്ട് ഇതിന് പോലെ എന്ത് കിട്ടി ഡോ ആർ ഐ വെക്റ്റർ ഡോട്ട് ബൈ ഡോ ക്യൂ കെ. അടുത്ത ഓരോ ഡോട്ടും ശ്രദ്ധിച്ച് ഡോട്ട് പോയാൽ മൊത്തം തെറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n m ആർ ഐ വെക്റ്റർ ഡബിൾ ഡോട്ട് ഡോ ആർ ഐ വെക്റ്റർ ബൈ ഡോ ക്യൂ കെ ഈക്വൽ ടു ഇത് കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. അപ്പോൾ സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഡി ബൈ ഡി ടി ഓഫ് എം ആർ ഐ വെക്റ്റർ ഡോട്ട് ഡോട്ട് ഡോ ആർ ഐ വെക്റ്റർ ബൈ ഡോ ക്യൂ കെ ഡോട്ട് മൈനസ് ഇത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എം ആർ ഐ വെക്റ്റർ ഡോട്ട് ഡോ ആർ ഐ വെക്റ്റർ ഡോട്ട് ബൈ ഡോ ക്യൂ കെ. അപ്പോൾ ഇതിന് പോലെ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് പോലെ ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ മാറും? ഈക്വൽ ടു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to small n. ഇതിന് വരരുത് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to capital N ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു നോക്കി ആർ ഐ ഡോട്ട്. ആർ ഐ ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി. ആർ ഐ വെക്റ്റർ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി ആർ ഐ വെക്റ്റർ ബൈ ഡി ടി എന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് ബി ഐ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിന് എന്തിടുന്നു? അപ്പോൾ ഈ ആർ ഐ ഡോട്ടിന് പകരം ബി ഐ ഡോട്ട് ഡോ വീണ്ടും ആർ ഐ എന്ന് പകരം ബി ഐ വെക്റ്റർ ബൈ ഡോ ക്യൂ കെ ഡോട്ട് ശരിയല്ലേ? മൈനസ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഇവിടെ എം ഇൻറ്റു ആർ ഐ ഡോട്ട് ഉണ്ട്. അപ്പോൾ അതിന് വി ഐ ഡോട്ട് ഡോ ആർ ഐക്ക് വരും വി ഐ ബൈ ഡോ ക്യൂ കെ. അപ്പോൾ അത്രയും കിട്ടിയല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം കൂടി വരുത്തി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ആർ ഐ ഡോട്ടിന് പകരം വി ഐ. കാരണം ആർ ഐ ഡോട്ടിന് ഡി ആർ ബൈ ഡി ടി ആണ്. ഡി ആർ ബൈ ഡി ടി ആണ് വെലോസിറ്റി ആണ്. ആ ഒരു മാറ്റം കൂടി നമ്മൾ ഉൾപ്പെടുത്തും. ഇനി എന്താ സംഭവിക്കും? ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n. ഇങ്ങോട്ട് നോക്കുക. ഡി ബൈ ഡി ടി ഓഫ് ഇപ്പം ഐ ഒക്കെ അകത്തുണ്ട്, ഇതിനെ സിഗ്മ അകത്തോട് എടുക്കുന്നു. ഈ ഡോ ബൈ ഡോ ക്യൂവിനെ ഇനി പുറത്തെടുത്തിട്ട് ഡോ ബൈ ഡോ ക്യൂ കെ ഓഫ് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഹാഫ് എം വി ഐ ഡോട്ട് വി ഐ എഴുതും. ഈ സാധനത്തിൽ ചെയ്ത് നോക്കിയാൽ മതി. തിരിച്ച് ചെയ്ത് നോക്കിയാൽ മതി. തിരിച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്തും പോയി നോക്ക്. ഇത് വെച്ച് ഇതിനെ ഓപ്പൺ ചെയ്യണമല്ലോ. ഡോ ബൈ ഡോ ക്യൂ കെ ഈ സിഗ്മ തക്കാൻ ഒഴിവാക്കി നിർത്തുക. ഹാഫ് എം വി ഐ വെക്റ്റർ ഡോട്ട് വി ഐ വെക്റ്റർ. അപ്പോൾ എന്ത് ചെയ്യാം? ഹാഫ് എം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കാം. ബാക്കി ഇതിൻ്റെ. അപ്പോൾ ഇത് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് ആദ്യമേ ഇതിൻ്റെത് ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ ഇൻറ്റു വി ഐ പ്ലസ് ഇനി ആദ്യമേ വി ഐ ഡോട്ട് ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ. പ്രോഡക്റ്റ് ഉള്ള അപ്ലൈ വേണ്ടി ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്.
ഈക്വൽ ടു എന്താ പോയി ഹാഫ് എം ഡോട്ട് പ്രോഡക്റ്റിന്റെ പ്രത്യേകത എന്താണ്? എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. എ ഡോട്ട് ബി ബി ഡോട്ട് എ അപ്പോൾ രണ്ട് സെയിം തന്നെയാണ്. അപ്പം 2 ഇൻറ്റു വി ഐ ഡോട്ട് ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ. അപ്പോൾ നമുക്ക് ഈ ടു ക്യാൻസൽ ആയി പോയിട്ട് എം ഇൻറ്റു വി ഐ ഡോട്ട് ഡോ വി ഐ ബൈ ഡോ ക്യൂ കെ. അതല്ലേ ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവാണ് ഇത്. അപ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങനെ എടുക്കും. ഓക്കെ. ഇനി അതേപോലെ ഇവിടെ മൈനസ് സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n. ഇതെന്താണ്? ഡോ ബൈ ഡോ ക്യൂ കെ ഓഫ് ഹാഫ് എം വി ഐ ഡോട്ട് വി. വ്യത്യാസം ഇവിടെ ഡോ ക്യൂ കെ ഡോട്ട് ആണ്. ഡോ ക്യൂ കെ ഡോട്ട് ഇവിടെ ഡോ ക്യൂ കെ ആണ്. ഇവിടെ ഡോ ക്യൂ കെ ഡോട്ട് ഡോ ക്യൂ കെ ഡോട്ട് ആയതുകൊണ്ട് ഡോ ക്യൂ കെ ഡോട്ട് ഇങ്ങനെ വരും ഇല്ലേ. ഈസ് ഈക്വൽ ടു ഇതെങ്ങനെയായി സിഗ്മ കെ ഈസ് ഈക്വൽ ടു 1 to n ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ കെ ഡോട്ട്. ഈ സാധനം ഹാഫ് എം ഇൻറ്റു വി ഐ ഡോട്ട് വി ഐ സ്ക്വയർ ആണ്. ഹാഫ് എം വി ഐ സ്ക്വയർ അല്ലേ. അപ്പോൾ ഹാഫ് എം വി ഐ ഡോട്ട് വി ഐ എന്ന് പറയുന്നത് എന്തെങ്കിലും ഹാഫ് എം വി ഐ സ്ക്വയർ. എ ഡോട്ട് എ സ്ക്വയർ, ബി ഡോട്ട് ബി സ്ക്വയർ, ബി സ്ക്വയർ. ഇതെന്താണ്? കൈനറ്റിക് എനർജി ടി. നമുക്ക് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യാം? ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം അവിടുത്തെ കൈനറ്റിക് എനർജി അല്ലേ. കാരണം കൈനറ്റിക് എനർജി അടുത്ത പാർട്ടികൾ ടി ഐ എന്നിട്ട് സിഗ്മ ചെയ്തിട്ടുണ്ട്. സിഗ്മ ആകുമ്പോൾ T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് എക്സെട്ര ടി ഐ. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ടി ആണ് അല്ലേ. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുന്നു? ith പാർട്ടികളുടെ കൈനറ്റിക് എനർജി. ഇത്രയും ith പാർട്ടികളുടെ കൈനറ്റിക് എനർജി പിന്നെ സിഗ്മ ചെയ്യുമ്പോൾ ടോട്ടലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിന് പകരം ടി എഴുതുന്നു. അപ്പോൾ ഡോ ടി മൈനസ് അത് എനിക്ക് ഇവിടെയും ഡോ ബൈ ഡോ ക്യൂ ഓഫ് ഇതെന്തിനാണ്? കൈനറ്റിക് എനർജി ടി. അപ്പോൾ ഇതിന് പകരം ഇതിരിക്കും, ഇതിന് പകരം ഇതിരിക്കും. അപ്പോൾ അതുകൂടെ എഴുതും.